الحمد لله الميسر القرآن للذكر فهل من مدكر والذي أنزل آيات بينات وكتاب مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിനൊരു ഡിപ്ലോമ സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഈ ചരിത്ര മുഹൂർത്തം എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്കറിയുന്നത് പോലെ വഴുതക്കാട് ആരംഭിച്ച ഖുർആൻ പഠന വേദികളുടെ രണ്ടാമത്തെ ബാച്ചാണ് ഇത്. ആദ്യ ബാച്ച് ഡിപ്ലോമ പൂർത്തീകരിച്ചു, ദ്വിവത്സര ഡിപ്ലോമ പൂർത്തീകരിച്ചു. അതിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള റിവൈസ്ഡ് വെർഷനാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബാച്ച് നമ്മൾ തുടങ്ങിയത് 6/12/2017 അതായത് ഡിസംബർ 2017 ഡിസംബറിലാണ് നമ്മൾ തുടങ്ങിയത്. 2018 ഡിസംബർ, 19 ഡിസംബർ, 20 ഡിസംബർ, 2018 ഡിസംബർ, 19 ഡിസംബർ, 20 മൂന്നാമത്തെ വർഷമാണിത്. കാരണം നിങ്ങൾക്കറിയാം, ഇതിനിടയിൽ കുറേ കാല വിളംബങ്ങൾ ഉണ്ടാകുന്നുണ്ട്. റമദാൻ മാസം വരുമ്പോൾ നാം അടയ്ക്കും. അതിനിടയിൽ ഹർത്താൽ, അതുപോലുള്ള മഴ പോലുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ, അവിചാരിതമായ മറ്റ് അസൗകര്യങ്ങൾ കാരണമായി പല ക്ലാസ്സുകളും മുടങ്ങാറുണ്ട്. അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ 85 ക്ലാസ്സുകൾ പൂർത്തീകരിച്ചു. 85 ക്ലാസ്സുകൾ പൂർത്തീകരിക്കുമ്പോൾ ഇതിനിടയിൽ വരുന്ന ക്ലാസ്സുകൾക്ക്, പല ക്ലാസ്സുകൾക്കും ഒന്നിലധികം റിവിഷനുകൾ, പല പരീക്ഷകൾക്കും ഒന്നിലധികം റിവിഷനുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പരീക്ഷയ്ക്കും ഒന്നിലധികം റിവിഷൻ നടത്തുകയും ഓരോ പരീക്ഷയ്ക്കും നിങ്ങളുടെ പരിഷ്കരിച്ച സിലബസ് പ്രകാരം 2 പരീക്ഷ വരുന്നു. അപ്പോൾ 2 ആഴ്ച, ഓരോ പരീക്ഷയ്ക്കും 2 ആഴ്ച വരുന്നു, 2 ആഴ്ച റിവിഷൻ വരുന്നു. അങ്ങനെ 4 ആഴ്ചകൾ റിവിഷന് വേണ്ടി പോകുന്നു. അങ്ങനെ അവിചാരിതമായ പല കാരണങ്ങൾ കൊണ്ടും കാലവിളംബം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിവൈസ്ഡ് വെർഷൻ, രണ്ടാം ബാച്ചിന് റിവൈസ്ഡ് വെർഷൻ ഡിപ്ലോമ സെഷൻ ആരംഭിക്കുകയാണ്. ഡിപ്ലോമ സെഷൻ ആരംഭിക്കുമ്പോൾ പ്രിലിമിനറി 1, 2 പൂർത്തീകരിച്ചു, ബേസിക് കഴിഞ്ഞു, സിൽവർ കഴിഞ്ഞു, ഗോൾഡൻ കഴിഞ്ഞു, ഡയമണ്ട് കഴിഞ്ഞു, പ്ലാറ്റിനം കഴിഞ്ഞിട്ട് ഡിപ്ലോമ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഡിപ്ലോമയുടെ പ്രാഥമിക ക്ലാസ്സുകളാണ്, നേരത്തെ പറഞ്ഞതെല്ലാം. ഇനി ഏതാനും മാസങ്ങൾ കൊണ്ട് നിങ്ങൾ എത്രത്തോളം എന്നോടൊപ്പം സഹകരിക്കുന്നു അത്രത്തോളം വേഗത്തിൽ നമുക്ക് ഡിപ്ലോമ കരസ്ഥമാക്കാവുന്നതാണ്. ഇതിനകം നിങ്ങൾക്ക് ഖുർആനിലെ 75% പദങ്ങൾ കോഴ്സിലൂടെ നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 75%-ലധികം വ്യാകരണവും നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ അനിവാര്യമായ ഘടകങ്ങൾ ഒട്ടുമിക്കതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, നാം കൈകാര്യം ചെയ്യുന്നത് ഒരു നിശ്ചിത പാഠപുസ്തകമാണ്. ഖുർആൻ എന്ന ഗ്രന്ഥമാണ്, ഖുർആനാണ് നാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് പഠനം. അപ്പം അതിൽ വന്നിരിക്കുന്ന 3/4 ഭാഗം വ്യാകരണവും അതിൽ വന്നിരിക്കുന്ന 3/4 ഭാഗം വൊക്കാബുലറിയും നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10% നേർക്കുനേരെ അല്ലാതെയും പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ പേജുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു
പിന്നെ അതിൻ്റെ സമ്മറി അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ശേഷിക്കുന്ന ഒരു 5% പദങ്ങൾ മാത്രമേ 5-10% പദങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവുകയുള്ളൂ, നാം പഠിപ്പിക്കാത്തതുണ്ടാവുകയുള്ളൂ. ഇന്ന് ചില ടിപ്പുകൾ കൂടുതൽ തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നവർ ഈ ക്ലാസ്സിൽ തൽപരരായിരിക്കുന്നു, ഇന്ന് പ്രസൻ്റ് ആയിട്ടുള്ളവർ ഈ കോഴ്സിൽ തൽപരരാണ് അഥവാ ഡിപ്ലോമ പൂർത്തീകരിക്കാൻ സന്നദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച എല്ലാവരും പരീക്ഷ എഴുതിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ കയ്യിൽ പേപ്പർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ചിലർ ഒരു പേപ്പർ പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞു. പരമാവധി പ്രയാസമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് നാം ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി അഥവാ പ്രയാസമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനാണ് മുകളിൽ നമ്മൾ ലിങ്ക് അയച്ചിട്ടുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മുകളിൽ ലിങ്ക് അയച്ചിട്ടുണ്ട്. നേരത്തെ അതിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. നാം പഠിപ്പിച്ച അഡ്വാൻസ്ഡ് ഗ്രാമറിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇത്രയും ലളിതമായ രീതിയിൽ ഗ്രാമർ പാഠങ്ങൾ നിങ്ങൾക്ക് എവിടെയും ലഭിക്കുകയില്ല എന്നതും ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു സംഗതിയാണ്. ഇന്ന് നമുക്ക് സൂറത്ത് അബസ് ആണ് പഠിക്കാൻ തുടങ്ങേണ്ടത്. അതുപോലെ മുമ്പ് ഞാൻ പരാമർശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് ഞാൻ ഇപ്പോൾ കൃത്യമായി ഓർക്കുന്നില്ല. ക്രിയകളുടെ അന്ത്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. എന്തായിരുന്നാലും പരാമർശിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. പരാമർശിച്ച് പോയിട്ടുള്ള പല കാര്യങ്ങളും പരീക്ഷയ്ക്ക് മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത്രയും കടുകട്ടിയായ ഒരു പരീക്ഷ വേണ്ട എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ അത് പഠിച്ചിരിക്കണം എന്നതുകൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഖുർആനിൽ ആ വ്യാകരണ ഭാഗത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതനുസരിച്ചാണ് നാം പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ കോഴ്സിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ ആവർത്തനമുണ്ടായേക്കാം. ക്രിയകളുടെ അന്ത്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. നാം ക്രിയകൾ പഠിച്ചു. ക്രിയകൾ 3 തരമാക്കി നാം തിരിച്ചു. പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയയും വിരോധക്രിയയും ഒന്നാണ്. ഇനി അതിനെ രണ്ടായിട്ട് കാണിച്ചതിന് 4 ഗണമായിട്ട് നമുക്ക് തിരിക്കാം. പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ, വിരോധക്രിയ, അങ്ങനെ 4 ഗണമാക്കി നമുക്ക് തിരിക്കാം. ഇതിൽ പൂർണ്ണക്രിയ അന്ത്യം മാറുന്നില്ല, അവസാനം മാറുന്നില്ല. അപൂർണക്രിയയുടേതാണ് അന്ത്യം അല്ലെങ്കിൽ അവസാനം മാറുന്നത്. അപൂർണക്രിയയുടെ അവസാനം മാറും. കൽപ്പനക്രിയയുടെ അവസാനം നാം ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗം പ്രത്യേകം പഠിക്കേണ്ടതില്ല. കൽപ്പനക്രിയയുടെ അവസാനത്തിൽ എന്തുണ്ടാകുന്നു? അപൂർണക്രിയയിൽ നിന്നാണ് കൽപ്പനക്രിയയും വിരോധക്രിയയും എടുക്കുന്നത്. അവിടെ അപൂർണക്രിയയുടെ പരിവർത്തിതമായ ഭാഗമാണ് കൽപ്പനക്രിയയിലും വിരോധക്രിയയിലും വരുന്നത്. അപ്പോൾ കൽപ്പനക്രിയയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന രൂപം എവിടെ നിന്ന് എടുക്കുന്നതാണ്? അതിൻ്റെ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് എടുക്കുന്നു? അപൂർണക്രിയയിൽ നിന്ന്. അപ്പം അപൂർണക്രിയയിൽ നിന്നും എടുത്ത് കൽപ്പനക്രിയയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന രൂപം നമ്മൾ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ നമുക്ക് പഠിക്കേണ്ടതില്ല. ഇത് നമ്മുടെ കോഴ്സിൻ്റെ ഒരു പ്രത്യേക അഡ്വാൻറ്റേജാണ്. വ്യാകരണം പഠിപ്പിക്കുന്നവർ കൽപ്പനക്രിയയ്ക്ക് വേണ്ടി ഇന്ന മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് പ്രത്യേകം പഠിക്കുന്നുണ്ട്. നമുക്കത് പഠിക്കേണ്ട കാര്യമല്ല. അതേപോലെ വിരോധക്രിയയ്ക്ക് വിരോധത്തിൻ്റെതായ ല വരുമ്പോൾ എന്ത് മാറ്റങ്ങൾ വരണം, ലാ തഫ്അൽ, ലാ തഫ്അലു എന്നൊക്കെ നമ്മൾ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പം അത് അപൂർണക്രിയയിലെ തഫ്അലു എന്നതിനെ ലാ തഫ്അൽ എന്നാക്കുകയാണ് ചെയ്യുന്നത്. തഫ്അലൂന എന്നതിനെ ലാ തഫ്അലു എന്നാക്കുകയാണ് ചെയ്യുന്നത്, നാ ഇല്ലാതെ. അപ്പോൾ അപൂർണക്രിയയ്ക്ക് വേണ്ടി വിരോധക്രിയയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേകം തയ്യാറാക്കിയ ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഘടന നാം ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതും വ്യാകരണത്തിൽ നമുക്ക് അന്ത്യം അവസാനം മാറുന്ന കൂട്ടത്തിൽ നമുക്ക് പഠിക്കേണ്ടതില്ല. അത് കാരണം നമ്മൾ നേരത്തെ അത് പഠിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. ഇതാണ് ഡിപ്ലോമ കോഴ്സും മറ്റ് കോഴ്സും തമ്മിലുള്ള വ്യത്യാസം. ഡിഗ്രി കോഴ്സും ഡിപ്ലോമ കോഴ്സും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഡിപ്ലോമ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് വളരെ സംഗ്രഹമായി കൃത്യമായി പഠിക്കുന്നു. ഖുർആൻ പഠനത്തിന് എളുപ്പവഴി എന്നതുകൊണ്ട് അതിൽ എളുപ്പവഴിയുമാണ്. ഇപ്പം എളുപ്പവഴിയിലൂടെ സംഗ്രഹമായി ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുന്നു.
ഇനി നമുക്ക് അപൂർണ ക്രിയ അവസാനം മാറ്റം വരുന്നത് പ്രത്യേകിച്ച് പഠിക്കേണ്ടത് ഏതിലാണ്? അപൂർണ ക്രിയയുടെ ഭാഗത്താണ്. അപ്പൊ ക്രിയകളുടെ അന്ത്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നാം പഠിക്കാൻ പോകുന്നത് അപൂർണ ക്രിയയിൽ മാത്രമാണ്. പൂർണ്ണക്രിയയിൽ അന്ത്യം മാറുന്നില്ല. അപൂർണ ക്രിയയിൽ കൽപ്പനക്രിയയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേക ഘടന ഉണ്ടാകുന്നുണ്ട്. വിരോധക്രിയയ്ക്ക് വേണ്ടി വിരോധക്രിയയിൽ പ്രത്യേക ഘടന ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ട് ഭാഗവും നമുക്ക് ഇനി പഠിക്കേണ്ടതില്ല. അപൂർണ ക്രിയയുടെ ഭാഗമാണ് നമുക്ക് അന്ത്യത്തിൽ ഉണ്ടാകുന്ന മാറ്റം പഠിക്കേണ്ടതുള്ളത്. അപ്പോൾ അന്ത്യത്തിൽ മാറ്റം വരുത്തുന്ന ഉപകരണങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ക്രിയാന്ത്യത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നവ, നാമത്തിന്റെ അന്ത്യത്തിൽ കസ്ർ വരുത്തുന്ന പദങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. അതെന്താണ്? ഭാഷയിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന പദങ്ങളാണ്. ഭാഷയിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന പദങ്ങൾ. അത്തരം പദങ്ങൾ വേറെയുമുണ്ട്. അതിൽപ്പെട്ടതാണ് അൻ, ലൻ, ഇതൻ, കൈ. അല്ലൻ, ഇതൻ, കൈ ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പത്തിന് കൈ കാണിക്കാം. ഇപ്പൊ പ്രത്യേകിച്ച് കൈക്ക് പ്രസക്തി ഉണ്ടാകുന്നുണ്ട് കൂടുതൽ. നമ്മുടെ കൈക്ക് എപ്പോഴും പ്രസക്തി ഉണ്ട്. ഞാൻ പറഞ്ഞത് കൈപ്പത്തിയുടെ പ്രസക്തിയല്ല, മറിച്ച് നിങ്ങൾ ആ വിരൽ കൊണ്ട് എവിടെയാണോ പതിക്കുന്നത് അതിൻ്റെ പ്രസക്തിയാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ചുവരിലോ പോസ്റ്ററിൽ കാണുന്ന കൈപ്പത്തിയുടെ പ്രസക്തിയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം കൈയുടെ പ്രസക്തി, അതാണ് വലിയ പ്രസക്തി. അത് നിങ്ങളെ ചിന്തിച്ചുപയോഗിക്കുക. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുക? കൈ എടുത്തുകൊണ്ട് പറയുക അല്ലൻ ഇതൻ കൈ. അല്ലൻ ഇതൻ കൈ. അല്ലൻ ഇതൻ കൈ. ഇതിൽ എത്ര വാക്കുകളുണ്ട്? 4 വാക്കുകളുണ്ട്, 4 പദങ്ങളുണ്ട്. ഈ 4 പദങ്ങളാണ് ക്രിയകളുടെ അന്ത്യത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന, മാറ്റം വരുത്തുന്ന ആദ്യത്തെ ബാച്ച്, ഫസ്റ്റ് ഗ്രൂപ്പ്. കസർ വരുത്തുന്ന പദങ്ങൾ നമ്മൾ പഠിച്ചു, അതൊരു ഗ്രൂപ്പാക്കി നമ്മൾ പഠിച്ചു. അതേപോലെ ക്രിയാന്ത്യത്തിൽ ഫത്ഹ് വരുത്തുന്നവയാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. ക്രിയാന്ത്യത്തിൽ ഫത്ഹ് വരുത്തുന്നവ. ക്രിയാന്ത്യത്തിൽ ഫത്ഹ് വരുത്തുന്നവ എന്ന് പറയുമ്പോൾ ഏത് ക്രിയയുടെ അവസാനത്തിലാണ് ഫത്ഹ് വരുത്തുന്നത്? അപൂർണക്രിയയുടെ. അപൂർണക്രിയയുടെ അവസാനത്തിൽ ഫത്ഹ് വരുത്തുന്ന പദങ്ങൾ എന്ന് നമുക്ക് വ്യക്തമായി പറയാം. അപൂർണക്രിയയുടെ അന്ത്യത്തിൽ മാറ്റം വരുത്തുന്ന, അന്ത്യത്തിൽ ഫത്ഹ് വരുത്തുന്ന പദങ്ങളാണ് അല്ലൻ ഇതൻ കൈ. ഏതൊക്കെയാണ്? അല്ലൻ ഇതൻ കൈ. അല്ലൻ ഇതൻ കൈ. അല്ലൻ ഇതൻ കൈ. ഇതിൽ പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കേണ്ട 2 പദങ്ങൾ അൻ, ലെൻ. നമ്മൾ ഇന്നയും സഹോദരിമാരെയും പഠിച്ചപ്പോൾ ഇന്നയും അന്നയും പഠിച്ചില്ലേ? അതേപോലെ ഇവിടെ അല്ലൻ ഇതൻ കൈ, അതായത് അപൂർണക്രിയയുടെ അവസാനത്തിൽ ഫത്ഹ് വരുത്തുന്ന പദങ്ങൾ പഠിക്കുമ്പോൾ ഓർമ്മിച്ച് വെക്കേണ്ട 2 പദങ്ങളാണ് അൻ, ലെൻ. ഇതൻ കൈ എന്നത് ഞാൻ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അത് കൈ 10 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നാം പ്രത്യേകം കുറേ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമില്ല. ഇതൻ എന്നത് 31 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഫത്ഹ് വരുത്തുന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്. ക്രിയാന്ത്യത്തിൽ ഫത്ഹ് വരുത്തുന്ന രീതിയിലല്ല, അപൂർണക്രിയയുടെ അവസാനത്തിൽ ഫത്ഹ് വരുത്തുന്ന രീതിയിലല്ല അത് വന്നിരിക്കുന്നത്. ശേഷിക്കുന്ന 2 അൻ ഖുർആനിലെ 625 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതേപോലെ ലെൻ 104 പ്രാവശ്യവും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ക്രിയാന്ത്യത്തിൽ ഈ പദങ്ങൾ ഫത്ഹ് വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഒമാ തശാഊന ഇല്ല അൻ യശാ അല്ലാഹു. ഷായുടെ അപൂർണക്രിയ എന്താണ് നമ്മൾ പഠിച്ചത്? യശാ ഉ എന്നാണ്. ഇവിടെ അൻ മുൻകടന്നപ്പോൾ, എവിടെ അൻ മുൻകടന്നപ്പോൾ? അപൂർണക്രിയയുടെ മുമ്പ് അൻ വരുമ്പോൾ. എല്ലാ സ്ഥലത്തും ഇല്ല. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിടത്ത് അൻ, ആ അന്നല്ല ഈ അൻ. ഇവിടെ അപൂർണക്രിയയുടെ മുമ്പിൽ അൻ വന്നു കഴിയുമ്പോൾ അപൂർണക്രിയയുടെ അവസാനത്തിൽ എന്ത് ചെയ്യും? പത്ത് വരുത്തും. ഇത് നമ്മൾ ഹത്ത പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു. ഹത്ത എപ്പോഴാണ് കെസർ വരുത്തുന്നത്? ഹത്തയ്ക്ക് ശേഷം നാമം വരുമ്പോഴാണ്. ഹത്തയ്ക്ക് ശേഷം നാമം വരുമ്പോഴാണ് ഹത്ത ശേഷമുള്ള നാമത്തിന് കെസർ വരുത്തുന്നത്. ശേഷമുള്ള നാമത്തിന് കെസർ വരുത്തണമെങ്കിൽ ശേഷം നാമം വരണ്ടേ? അതേപോലെ അപൂർണക്രിയക്ക് പത്തക വരണമെങ്കിൽ ശേഷം അപൂർണക്രിയ വരണം. എവിടെയെങ്കിലുള്ള അപൂർണക്രിയക്കല്ല. ആ അപൂർണക്രിയക്ക് അതിന് ശേഷം അപൂർണക്രിയ വരുമ്പോൾ അതിനെന്ത് ചെയ്യും? അതിന് അവസാനത്തിൽ, അപൂർണക്രിയയുടെ അവസാനത്തിൽ ഫത്ഹ വരുത്തണം. അതാണ് വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു. ഇതിന്റെ അർത്ഥം നമുക്കറിയാം. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല, ഇല്ലാ അൻ യശാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പോൾ ഈ ഇത്തരം ഗ്രാമറുകൾ നമ്മൾ ഖുർആൻ ഹൃദിസ്ഥമാക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പഠിച്ച പദപരിവർത്തന ഘടന ഉണ്ടല്ലോ, ആ പദപരിവർത്തന പട്ടിക ഖുർആന്റെ ആശയം മനസ്സിലാക്കാൻ അനിവാര്യമാണ്. അതേപോലെ ഇവിടെ ഈ വ്യാകരണം, അതായത് നാമങ്ങളുടെ അന്ത്യത്തിൽ വരുന്ന മാറ്റങ്ങൾ, ക്രിയകളുടെ അന്ത്യത്തിൽ വരുന്ന മാറ്റങ്ങൾ, അത് പഠിക്കുന്നത് എന്താണ്? പാരായണത്തിലും നമുക്ക് പാരായണത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതേപോലെ അർത്ഥം ഗ്രഹിക്കുന്നതിലും പ്രാധാന്യമുണ്ട്. രണ്ടാമത്തെ ഉദാഹരണം നോക്കുക. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. അപ്പൊ അൻ വന്നതിന് ശേഷം യുത്രക. യുത്രക എന്ത് തരം ക്രിയയാണ്? തറക്ക എന്നതാണ് അതിൻ്റെ പൂർണ്ണക്രിയ. തറക്ക ഉപേക്ഷിച്ചു, തറക്ക ഉപേക്ഷിച്ചു. അതിൻ്റെ അപൂർണക്രിയ യത്റുക്കു. നസറ ഗ്രൂപ്പിൽപ്പെട്ടതാണ് തറക്ക യത്റുക്കു എന്ന ക്രിയ. അതിൻ്റെ പാസീവ് ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കർമ്മണി പ്രയോഗം. തറക്ക നാം പട്ടിക പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ തറക്ക എന്ന ക്രിയ 49 പട്ടിക കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ 43 പ്രാവശ്യം തറക്ക ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക. അപ്പൊ ഈ യുത്രക്കം കൂടെ എണ്ണിയിട്ടാണ് തറക്കയുടെ 43 എണ്ണുന്നത് കേട്ടോ. തറക്ക യത്റുക്കു ഉപേക്ഷിക്കുന്നു, യുത്രക്കു ഉപേക്ഷിക്കപ്പെടുന്നു. അൻ യുത്രക എന്ന് പറഞ്ഞാൽ അവൻ ഉപേക്ഷിക്കപ്പെടും എന്ന്. അതിൻ്റെ അർത്ഥം എന്ന് തന്നെയാണ്. പക്ഷേ ശേഷം അപൂർണക്രിയ വന്നാൽ അൻ മുഖേന ആ അപൂർണക്രിയയ്ക്ക് അവസാനം ഫത്ഹ് വരും. അയഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ കരുതുന്നുണ്ടോ, അൻ യുത്രക, അവൻ ഉപേക്ഷിക്കപ്പെടും എന്ന്. സുദൻ, ഭർത്താവിൽ അവനെ ഒരു നിയന്ത്രണവുമില്ലാതെ അൻ യുത്രക സുദൻ, വെറുതെ അങ്ങ് വിട്ടേക്കും എന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ? ഉദാഹരണം 3. وقالوا لن تمسنا النار إلا أياما معدودة. അപ്പോൾ അന്നിന് 2 ഉദാഹരണം പറഞ്ഞു. ഇനി ലെന്നിന് ഉദാഹരണം പറയുകയാണ്. وقالوا لن تمسنا النار. ലൻ തമസ്സ. ഇപ്പോൾ മസ്സ യമസ്സു എന്നല്ലേ നമ്മൾ പഠിച്ചത്. യമസ്സു യമസ്സൂന, തമസ്സു തമസ്സൂന, അമസ്സു നമസ്സു. ഹുവ യമസ്സു ഹിയ തമസ്സു. ഹുവ യമസ്സു ഹിയ തമസ്സു. അവൻ സ്പർശിക്കുന്നു. ഹുവ യമസ്സു, അവൻ സ്പർശിക്കുന്നു. ഹിയ തമസ്സു, അവൾ സ്പർശിക്കുന്നു. ഇവിടെ നാറാണ് കർത്താവ്. നാറ് കർത്താവാകുമ്പോൾ നാർ എന്താണ്? സ്ത്രീലിംഗമാണ്. നമ്മൾ പഠിച്ചു, സ്ത്രീലിംഗമാണ്. അപ്പോൾ നാർ സ്ത്രീലിംഗമായതുകൊണ്ട് എന്ത് ചെയ്തു? തമസ്സു, അവൾ സ്പർശിക്കുന്നു. ലൻ തമസ്സ, സ്പർശിക്കുകയില്ല. ഞങ്ങളെ, അന്നാറു തീ. ലൻ തമസ്സനന്നാറു. വഖാലു, അവർ പറഞ്ഞു,
ലൻ തമസ്സനന്നാറു, ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു ലൻ തമസ്സനന്നാറു, ഞങ്ങളെ തീ സ്പർശിക്കുകയില്ല, ഇല്ല അയ്യാമം മഅദൂദ, ഒരു പരിമിതമായ നിശ്ചിതമായ ദിവസങ്ങൾ അല്ലാതെ. ഞങ്ങൾ അള്ളാഹു അങ്ങനെ കഠിനമായി ശിക്ഷിക്കുകയൊന്നുമില്ല. ഞങ്ങൾ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുത്ത ദാസന്മാരും മക്കളുമാണ്. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളെ അങ്ങനെ ശിക്ഷിക്കുകയൊന്നുമില്ല. ഇനി അഥവാ ശിക്ഷിച്ചാൽ തന്നെ കുറച്ച് നാളത്തേക്ക് ഒരു ഗുണപാഠം എന്ന നിലയ്ക്ക് ശിക്ഷിക്കുമെന്നല്ലാതെ ഞങ്ങളെ തീ അങ്ങനെ സ്പർശിക്കുകയില്ല എന്നവർ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്നാണ് പരാമർശം. അപ്പോൾ ലൻ തമസ്സ എന്ന് പറഞ്ഞു. തമസ്സു യമസ്സു യമസ്സൂന തമസ്സു തമസ്സൂന ഹുവ യമസ്സു ഹിയ തമസ്സു, ഹിയ തമസ്സു എന്ന് പറയുന്നതിന് പകരം തമസ്സ എന്നാണ്. അപ്പൊ ലൻ തമസ്സ നന്നാറു ഖാലു ലൻ തമസ്സ, ലൻ വന്നുകൊണ്ട് തമസ്സ എന്ന് പറഞ്ഞു. ഇല്ല അയ്യാമൻ മഅദൂദതൻ. 4 അയഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ്. അഹദ് അയഹ്സബു, അവൻ കരുതുന്നു, നമ്മൾ പഠിച്ചതാണ്, അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ്. അപ്പോൾ ലൻ യഖ്ദിറ, യഖ്ദിറ എന്നെന്തുകൊണ്ട് വന്നു? ഖദറ യഖ്ദിറു എന്നല്ലേ വരേണ്ടത്. ലൻ വന്നതുകൊണ്ട് യഖ്ദിറ എന്നാണ്. ലൻ എന്താണ്? അപൂർണ ക്രിയയിലെ അവസാനം ഫത്ഹ് വരുത്തുന്ന പദമാണ് ലൻ. അതുകൊണ്ട് ലൻ യഖ്ദിറ എന്നാണ് വന്നത്. അലൈഹി, അവന്റെ മേൽ, അഹദ്, അവന്റെ മേൽ ആർക്കും കഴിവുണ്ടാവുകയില്ല എന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ? ഇത് വളരെ പ്രസക്തമായ 2 ചോദ്യങ്ങളാണ് ഇവിടെ ഞാൻ എടുത്തു വന്നിരിക്കുന്നത് കേട്ടോ. യഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യനെ വൃഥാവിൽ വിട്ടേക്കുമെന്നവൻ കരുതുന്നുണ്ടോ? മനുഷ്യന്മാര് മൃഗങ്ങൾ ജനിക്കുകയും മരിച്ചു പോവുകയും, മൃഗങ്ങൾ ജനിക്കുകയും വളരുകയും അവ പ്രത്യുൽപാദനം നടത്തുകയും അങ്ങനെ സന്താനങ്ങൾക്ക് വേണ്ടി അവ ആഹാരം കണ്ടെത്തുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ മരിച്ചു പോകുന്നത് പോലെ വൃക്ഷങ്ങളും സസ്യലതാദികളുമൊക്കെ ഇവിടെ വളരുകയും അത് പരാഗണം നടത്തുകയും പിന്നീട് പ്രത്യുൽപാദനം നടത്തുകയും ഒക്കെ, അല്ലെങ്കിൽ ആ പരാഗണം മുഖേന മറ്റ് ചെടികൾ ഉണ്ടാവുകയും പിന്നീട് അത് വളർന്ന് വലുതാവുകയും നശിച്ച് മണ്ണിലേക്ക് അടിയുകയും മണ്ണടിയുകയും ചെയ്യുന്നത് പോലെയാണോ മനുഷ്യൻ ഇവിടെ ജനിക്കുകയും വളരുകയും പ്രത്യുൽപാദനം നടത്തുകയും അവന് സന്താനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് അങ്ങനെ അവനങ്ങ് മരിച്ചു പോകുന്നതാണോ? അങ്ങനെയാണോ? അതാണോ നിങ്ങൾ കരുതിയത്? യഹ്സബുൽ ഇൻസാൻ അൻ യുത്രക സുദാ, മനുഷ്യനെ അങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതേപോലെ യഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവന്റെ മേൽ ആർക്കും കൺട്രോൾ ഇല്ല എന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? അതാണ് 2. അപ്പോൾ ലൻ വന്നതുകൊണ്ട് യഖ്ദിറ എന്ന് വന്നു. ഇനി കൈക്ക് ഉദാഹരണം, കൈക്ക് 2 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കൈ നുസബ്ബിഹക കസീറൻ, ഞാൻ പറഞ്ഞു ഇവിടെ 10 പ്രാവശ്യമാണ് കൈ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉദാഹരണം നമുക്ക് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്, കാരണം അത് വന്നിട്ടുണ്ടല്ലോ. കൈ നുസബ്ബിഹക കസീറൻ വനദ്കുറക കസീറ, കൈ നുസബ്ബിഹക കസീറൻ, നിന്നെ ധാരാളമായി പരിശുദ്ധപ്പെടുത്തുന്നതിന് വേണ്ടി. കൈ വന്നതുകൊണ്ട് എന്ത് ചെയ്തു? നുസബ്ബിഹക. അപ്പോൾ നമ്മൾ പഠിച്ച് അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? സബ്ബഹ യുസബ്ബിഹു, യുസബ്ബിഹു യുസബ്ബിഹൂന, തുസബ്ബിഹു തുസബ്ബിഹൂന, ഉസബ്ബിഹു നുസബ്ബിഹു, കൈ നുസബ്ബിഹുക കസീറൻ എന്ന് നമ്മൾ പറഞ്ഞു പോകും. കാരണം എന്താ? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. അപ്പോൾ സബ്ബഹയുടെ പട്ടിക എങ്ങനെ വരണം? സബ്ബഹ യുസബ്ബിഹു, യുസബ്ബിഹു യുസബ്ബിഹൂന, തുസബ്ബിഹു തുസബ്ബിഹൂന, നുസബ്ബിഹു നുസബ്ബിഹു, ഉസബ്ബിഹു നുസബ്ബിഹു. അപ്പോൾ നമ്മൾ പറയും ഇതിങ്ങനെ വന്നിട്ട് അവസാനം ലമ്മാണ് വരുന്നത്, നുസബ്ബിഹു എന്നാണ്. അങ്ങനെ അങ്ങ് പാരായണം ചെയ്ത് കളയും. അങ്ങനെ പാരായണം ചെയ്യാൻ വരട്ടെ. കൈ വന്നിട്ടുണ്ട്. കൈ വന്നാൽ എന്താണ്? അപൂർണക്രിയയുടെ അവസാനം ഫത്ഹ് വരണം. അതുകൊണ്ടാണ് കൈ നുസബ്ബിഹക കസീറൻ വനദ്കുറക കസീറ. അതേപോലെ ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹ, 2 മൂസാ നബി അലൈഹി സ്വലാമിയുടെ ഉദാഹരണം തന്നെയാണ്. ഫറജഅനാക ഇലാ ഉമ്മിക, നാം നിന്റെ മാതാവിലേക്ക് നിന്നെ മടക്കി. കൈ തഖറ ഐനുഹ, തഖറ തഖറ എന്ന് പറഞ്ഞാൽ കൺ കുളിർക്കുന്നതിന് വേണ്ടി, കുളിർമയുണ്ടാകുന്നത്. കൈ തഖറ, കുളിർമയുണ്ടാകുന്നതിന് വേണ്ടി. ഐനുഹ, അവരുടെ കണ്ണ്. അവരുടെ കണ്ണിൽ കുളിർമയുണ്ടാകുന്നതിന് വേണ്ടി, അവരുടെ കൺ കുളിർക്കുന്നതിന് വേണ്ടി. അപ്പോൾ കൈ വന്നുകൊണ്ട് തഖറ എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 2 ഓർമ്മിച്ചിരിക്കുക, അന്നും ലെന്നും ഓർമ്മിച്ചിരിക്കുക. മറ്റതിനും ഉദാഹരണം ഞാൻ
കൈക്കും ഉദാഹരണം വന്നിട്ടുണ്ട്. അതേസമയം ഇതന് ഉദാഹരണം പറയത്തക്ക രീതിയിലല്ല ഇതൻ ഖുർആനിൽ വന്നിരിക്കുന്നത്, ഫത്തഹ് വരുത്തുന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ അത് 4 ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ രീതിയിലാണ് അല്ലൻ ഇതൻ കൈ എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. സൂറത്തു അബസ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. സൂറത്തിൻ്റെ പേര് പറയുമ്പോൾ ഈ സൂറത്ത് അബസ് എന്നാണ് പറയേണ്ടത്. ഇതിൽ അല്ലില്ല. അങ്ങനെ ഉണ്ടല്ലോ, പല സൂറത്തുകൾക്കും അതിൻ്റെ പേരിൻ്റെ കൂടെ അൽ ഉണ്ടാവുകയില്ല. അതിലൊന്നാണ് അബസ്. കാരണം അബസ എന്ന ക്രിയാപദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അബസ എന്ന ക്രിയാപദമാണ് അതിൻ്റെ പേരായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ പഠിച്ച സൂറത്ത് ഖുറൈശ്. ഖുറൈശ് എന്നത് ഗോത്രത്തിൻ്റെ പേരാണ്, അതിൻ്റെ കൂടെ അൽ ഇല്ല. അതുകൊണ്ട് ഖുറൈശ് എന്നാണ് ആ സൂറത്തിൻ്റെ പേര്. ഈലാഫി ഖുറൈശ്, അതിൽ അൽ ഇല്ല. അതേപോലെ അൽ ഇല്ലാത്ത ഒരു നാമമാണ് അബസ്. വേറെയും പല സൂറത്തുകൾ അൽ ഇല്ലാത്ത നാമങ്ങളുള്ള സൂറത്തുകളുണ്ട്. ഉദാഹരണം, പ്രവാചകന്മാരുടെ പേരുകളിലുള്ള നാമങ്ങൾ, സൂറത്ത് അധ്യായ നാമങ്ങൾ, അവയ്ക്കൊന്നും അല്ലില്ല. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ്, സൂറത്ത് മുഹമ്മദ്, അതിലൊന്നും അല്ലില്ല. അപ്പം അത് നിങ്ങൾ ഒരു ആകാംക്ഷ ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്യുകയും അത്തരം സൂറത്തുകളുടെ ലിസ്റ്റ് നിങ്ങളുണ്ടാക്കി നിങ്ങളുടെ സ്വന്തം ഒരു വർക്ക് ബുക്ക് ഉണ്ടല്ലോ, ആ വർക്ക് ബുക്കിൽ അത് എഴുതി വയ്ക്കുകയും ചെയ്യുക. അൽ ഇല്ലാത്ത ഖുർആനിക അധ്യായങ്ങൾ, അൽ ഇല്ലാത്ത ഖുർആനിക അധ്യായങ്ങളുടെ പേരുകൾ, അപ്പം അതിൽപ്പെട്ടതാണ് അബസ്. അപ്പോൾ അതേപോലെ അധ്യായത്തിൻ്റെ പേര് പറയുമ്പോൾ അബസ സൂറത്ത് എന്നല്ല പറയും, സൂറത്ത് അബസ എന്നല്ല പറയും, അബസ്. കാരണം അവസാനത്തിൽ സുക്കൂൻ ചെയ്താണ് എല്ലാ അധ്യായവും പറയുന്നത്. സൂറത്തുൽ ബക്കറത്തു എന്നാരും പറയാറില്ല, സൂറത്തുൽ ബക്കറത്തി എന്നാണ്. സൂറത്തുൽ ബക്കറത്തി എന്നാരും പറയാറില്ല, സൂറത്തുൽ ബക്കറ. അതേപോലെ അല്ലില്ലാത്ത സൂറത്തു ആലു ഇമ്രാൻ, സൂറത്തു ആലി ഇമ്രാൻ, സൂറത്തു ആലി ഇമ്രാൻ, അതിൽ ഇതില്ല. അതേപോലെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ, ആ സൂറത്തുകൾക്ക് പേര് അക്ഷരങ്ങളാണെങ്കിൽ ആ പേരുകൾക്ക് അല്ലുണ്ടാവുകയില്ല. സൂറത്ത് ത്വാഹ, സൂറത്ത് യാസീൻ, അതിലൊന്നും അല്ലില്ല. അങ്ങനെ പ്രത്യേകം കളക്ട് ചെയ്ത് പഠിക്കുക. പേര് പറയുമ്പോൾ അബസ് എന്നാണ് പറയേണ്ടത്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ. ഇവിടെ പറഞ്ഞ ജാ നേരത്തെ വന്ന അന്നിന് ശേഷം അപൂർണക്രിയ വന്നത് കൊണ്ടുള്ള ഫതഹ അല്ല കേട്ടോ. ജാ എന്ന് പറയുമ്പോൾ ബിൽറ്റിൻ ഫതഹ ഉള്ളതാണ്. കാരണം എന്താ, അത് പൂർണ്ണക്രിയയാണ്. പൂർണ്ണക്രിയയുടെ അവസാനം ഫതഹ ആയിരിക്കും എപ്പോഴും. ഫഅല, ഫതഹ, ജഅല, അതൊക്കെ എന്താണ്, ഫതഹാണ്. അപ്പോൾ അതേപോലെ ജാ ഫതഹ ഉള്ളതാണ്. അൻ ജാഅഹുൽ അഅ്മ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു الذിക്റ അമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ വമാ അലൈക അല്ലാ യസ്സക്ക
ജാഅക യസ്ആ വഹുവ യഖ്ശ ഫഅൻത അൻഹു തലഹ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ജാഅയ്ക്ക് കർമ്മം വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രയോഗമാണ് ഇവിടെ ജാഅയിൽ വന്നിരിക്കുന്നത്. അമ്മാമൻ ജാഅക യസ്ആ, നിന്റെ അടുക്കൽ വന്നവൻ. എന്നാൽ അമ്മ എന്നാൽ മൻ ജാഅക, നിന്റെ അടുക്കൽ വന്നു. അപ്പൊ ജാഅയുടെ കർത്താവ് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഹുവയാണ്. ആ ഹുവ മന്നിലേക്ക് മടങ്ങുന്നതാണ്. അമ്മ മൻ ജാഅക. ജാഅ കഴിഞ്ഞിട്ട് എന്തുണ്ട്? ക്രിയയുടെ കൂടെ സർവനാമം ചേർന്ന് വന്നാൽ എന്തായിരിക്കും? അത് കർമ്മമായിരിക്കും. അപ്പോ ജാഅക, നിന്റെ അടുക്കൽ വന്നു. അപ്പൊ എന്താണ്? ക കർമ്മമാണ്. ജാഅക യസ്ആ, ഓടിക്കൊണ്ട്. അപ്പൊ ഇവിടെ ജാഅക്ക് എന്തുണ്ട്? കർമ്മം ഉണ്ട്. അത് മാത്രമാണ് ഇതിലെ ഒരു ഗ്രാമറായി നമുക്ക് എടുത്ത് പറയേണ്ടത്. ഓക്കെ. അബസ എന്ന് പറഞ്ഞാൽ മുഖം ചുളിച്ചു. ഈ സംഭവം നമ്മൾ ഇത് പറയുന്നതിന് മുമ്പ് ആ ചരിത്ര സംഭവം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായി നാം ഈ ഭാഗം പഠിക്കുന്ന സന്ദർഭത്തിൽ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാരെല്ലാം എന്താണ്? മഅ്സൂമുകളാണ്. മഅ്സൂം എന്ന് പറഞ്ഞാൽ പാപസുരക്ഷിതരാണ്. അത് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ പ്രവാചകന്മാർ മനുഷ്യന്മാരാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്മാർ മനുഷ്യന്മാരാണ്. ഞാൻ നിങ്ങളെപ്പോലെ ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും എന്ന് ഖുർആനിലൂടെ തന്നെ അള്ളാഹു പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ നീ പറഞ്ഞു കൊടുക്കുക, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ മാത്രമാണ്. തീർന്നില്ല കേട്ടോ. ചില ആൾക്കാർ അവിടെ പറഞ്ഞു നിർത്തിക്കളയും. അവിടെ തീർന്നിട്ടില്ല. എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്ക് മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള ദൗർബല്യങ്ങളുണ്ട്. പക്ഷേ യൂഹ ഇലയ്യ, എനിക്കെന്ത് ലഭിക്കുന്നുണ്ട്? ദിവ്യബോധനം ലഭിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യനാണ് എന്നതിനാൽ പ്രവാചകന്മാർക്ക് തെറ്റ് പറ്റാം. പക്ഷേ തെറ്റ് പറ്റിയ ഉടനെ എന്ത് ചെയ്യും? അത് തിരുത്തപ്പെടും. തെറ്റ് പറ്റിയ ഉടനെ അത് തിരുത്തപ്പെടും. ആദം നബി അലൈഹി സ്വലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നമുക്കത് കാണാൻ പറ്റും. ആദം നബി അലൈഹി സ്വലാമയ്ക്ക് തെറ്റ് ബോധ്യപ്പെട്ട ഉടനെ തന്നെ എന്ത് ചെയ്തു? പഠിച്ചോനെ എങ്ങനെയാണ് ഈ തെറ്റിൽ നിന്നും രക്ഷപ്പെടേണ്ടത് എന്ന് ചോദിക്കുകയും അള്ളാഹു അത് പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ പഠിപ്പിച്ച് കൊടുത്ത പ്രകാരം പശ്ചാത്തപിച്ച് മടങ്ങുകയും അവിടെ അള്ളാഹു ആദം നബി അലൈഹി സ്വലാമയുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആദം പാപിയല്ല അലൈഹിസ്സലാം. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നതിനാൽ ഉണ്ടാകാവുന്ന തെറ്റുകൾ നമ്മൾക്ക് പറയാൻ പറ്റില്ല. അവിടെ നോട്ടപ്പിശകളെന്നോ അല്ലെങ്കിൽ പിശകുകളെന്നോ വീഴ്ചകൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും അതാത് സമയങ്ങളിൽ തിരുത്തുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ, അത്തരം സംഭവങ്ങൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നു. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരുപാട് പാഠങ്ങൾ നൽകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൂസാ നബി അലൈഹി സ്വലാമയുടെ സംഭവം പറയുന്നുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാമയുടെ സംഭവം പറയുന്നിടത്ത് വളരെ വ്യക്തമായി മൂസാ നബി അലൈഹി സ്വലാം ചെയ്ത കാര്യം അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകത്വത്തിന് മുമ്പാണ്. മൂസാ നബി അലൈഹി സ്വലാമയ്ക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം ചെയ്ത ആ ഒരു തെറ്റ് ഖുർആൻ എന്നതിനെ എടുത്തു പറയുന്നത്. എന്ത് ചെയ്തു? രണ്ടുപേർ തമ്മിൽ കലഹിക്കുന്ന കണ്ട് അദ്ദേഹം കിബിത്തി വംശജൻ, അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മർദ്ദിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ഇസ്രയേലി വംശജൻ കിബിത്തിക്കെതിരിൽ മൂസ അലൈഹിസ്സലാമയോട്
സഹായം തേടി. അങ്ങനെ കിബിത്തി വംശജനെ മൂസാ നബി അലൈഹി സ്വലാം ഒരു ഗുണപാഠം പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഒരു ഇടി വെച്ചു കൊടുത്തത്. പക്ഷേ ആ ഇടി കൊണ്ട് അദ്ദേഹം നാട് നീങ്ങി, അദ്ദേഹം മരണപ്പെട്ടു. ഉടൻ തന്നെ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നു, നമ്മളാണ് എന്ത് പറയും, അവന്മാര് പോണവനൊക്കെ മരിക്കേണ്ടവനാണെന്ന്. അങ്ങനെയല്ല. മൂസാ നബി അലൈഹി സ്വലാം ഈ പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പും അദ്ദേഹം ഉടനെ തന്നെ അതിൽ ഖേദിച്ചു. ഖാല ഹാദാ മിൻ അമലി ശൈത്താൻ ഇന്നഹു അദുബ്ബുൻ മുദില്ലും മുബീൻ. പടച്ചവനെ, ഇത് ഒരു പൈശാചിക പ്രവൃത്തിയായിപ്പോയി. ഈ പിശാചി എന്ന് പറയുന്നത് മനുഷ്യനെ വഴിതെറ്റിക്കുന്നവനും വ്യക്തമായി വഴിതെറ്റിക്കുന്നവനും, അത് മനുഷ്യന്റെ ശത്രുവും വ്യക്തമായ വഴി തെറ്റിക്കുന്നവനുമാണ്. അദുബ്ബുൻ മുബീൻ. എന്നിട്ട് ഉടനെ തന്നെ പറഞ്ഞ ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി. പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെയാണ്. പടച്ചവനെ, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തു പോയി, ഫഗ്ഫിർലി, എനിക്ക് പുറത്തു തരണമേ. ഫഗഫറ ലഹു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് സൂറത്ത് ഖസസിൽ പറയുന്നുണ്ട്. ഇതാണ് പ്രവാചകന്മാരുടെ സംഭവം. അവർക്ക് വീഴ്ചകൾ സംഭവിക്കാം, പക്ഷേ അത് അപ്പോൾ തന്നെ തിരുത്തപ്പെടും. അത് നമുക്ക് ഒരുപാട് ഗുണപാഠമാണ്. മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കതിലുണ്ട്. നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നമ്മോട് സഹായം ചോദിക്കുമ്പോൾ അതിൽ നിജസ്ഥിതി ഉറപ്പുവരുത്തണം. ആരാണ് തെറ്റുകാരനെന്ന് നിജസ്ഥിതി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളവിടെ പ്രതികരിക്കാവൂ. ഒന്ന്. രണ്ടാമത്, പ്രതികരിക്കുന്ന സന്ദർഭത്തിൽ നാം സമചിത്തത പാലിക്കണം. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടും. ഇനി തെറ്റ് പറ്റിപ്പോയാൽ തന്നെ ആ വീഴ്ചയിൽ ഖേദിക്കണം, പശ്ചാത്തപിച്ച് മടങ്ങണം. ഞാൻ സംഭവിച്ചു പോയ തെറ്റിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ഫസ്തഗ്ഫിറുല്ലാഹ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും, അവരോട് തന്നെ എന്തെങ്കിലും അക്രമം ചെയ്തു പോയാൽ അള്ളാഹുവിനെ ഓർമ്മിക്കുകയും അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ അള്ളാഹു അവരുടെ പശ്ചാത്തലം സ്വീകരിക്കും. അപ്പോൾ ചെയ്തത് നമുക്ക് ഒരു സാമൂഹ്യ സേവനമായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല, സാമുദായിക സേവനമായിട്ട് തോന്നാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവം, അതുപോലൊരു ഉദാഹരണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവത്തിലും ഇവിടെ എടുത്തു പറയുന്നത്. ഇവിടെ പ്രവാചകനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ ഭാഗമായി, പ്രവാചകത്വത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും ഭാഗമായി ഉന്നത വ്യക്തിത്വങ്ങളുമായി, അല്ലെങ്കിൽ സമൂഹത്തിലും നാട്ടിലും സ്ഥാനമാനങ്ങളുള്ള ഉന്നത വ്യക്തിത്വങ്ങളുമായി പ്രബോധന ചർച്ചയിൽ വ്യാപൃതമായിരിക്കുകയും ചെയ്യുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് വളരെ ആത്മാർത്ഥതയോടുകൂടി പടച്ചവനെ പേടിയുള്ള ഒരു മനുഷ്യൻ, അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന അന്ധനായ സഹാബിയാണ് അവിടെ കടന്നു വരുന്നത്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുക. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ നാട്ടുപ്രമാണിമാരായ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും പോലുള്ള ആൾക്കാരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അന്ധനായ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുരുടൻ കയറി വരുന്നത്. പക്ഷെ അദ്ദേഹം ഒരു സഹാബിയാണ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അദ്ദേഹത്തിന് ചെറിയ എന്തൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം കണ്ണ് കാണുന്നില്ല. സദസ്സിലേക്ക് കയറി വരുമ്പോൾ ആരൊക്കെയാണ് സദസ്സിലിരിക്കുന്നത് അറിയില്ല. പ്രവാചകൻ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ആ സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കി വരികയായിരിക്കാം അദ്ദേഹം ചെയ്തത്. അങ്ങനെ അദ്ദേഹം വന്നിട്ടൊരു സംശയം ചോദിക്കുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ സംഭാഷണം തടസ്സമുണ്ടായി എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ അനവസരത്തിൽ കയറി വന്നു എന്നതുകൊണ്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു അസഹ്യത തോന്നി. അത് ആഗതൻ മനസ്സിലാക്കുന്നില്ല എന്നത് കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആഗതൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന അന്ധനാണ്. അദ്ദേഹം കാണുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുണ്ടായ ഭാവമാറ്റം മാത്രമാണ്
ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പം അതുപോലും ഒരു പ്രബോധകന് ഉണ്ടാകാൻ പാടില്ല എന്നത് ഒരു വലിയ ഗുണപാഠമാണ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് പ്രവാചകൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ നേതൃത്വം വഹിക്കുന്ന ആളാണ്, പ്രവാചകനാണ്. ഇതെല്ലാം ആയിരിക്കെ തന്നെ അദ്ദേഹം ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഒരു പ്രബോധകനിൽ നിന്നും അങ്ങനെ വന്നുകൂടാത്ത വീഴ്ചയാണ് എന്ന കാര്യം എടുത്തു പറയുകയാണ്. അതിനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം അധ്യായങ്ങൾ അതായത് ലോക അവസാനം വരെ ഉള്ള മനുഷ്യർ, ജനിക്കാൻ വരുന്ന മനുഷ്യർ പാരായണം ചെയ്യേണ്ട വേദഗ്രന്ഥത്തിലാണ്. അവസാനം വരെ സൂക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥമാണല്ലോ ഖുർആൻ, സംരക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. അത് ലോക അവസാനം വരെ സംരക്ഷിക്കപ്പെടും ഖുർആൻ, മറ്റു വേദഗ്രന്ഥങ്ങൾ പോലെ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവസാനത്തെ മനുഷ്യൻ വരെ പാരായണം ചെയ്യേണ്ടതാണ്. ഈ അന്ത്യപ്രവാചകനിൽ വന്നിട്ടുള്ള ഈ പിശക് അതവിടെ കാണിച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. അവിടെ നമ്മൾ പ്രവാചകനെ വിമർശിച്ചു, പ്രവാചകൻ തെറ്റുകാരനാണ് എന്ന് പറയാനല്ല മനസ്സിലാക്കേണ്ടത്. ഒരു നേതാവ് എത്രത്തോളം ഉയർന്ന നേതാവാണെങ്കിൽ പോലും തൻ്റെ അനുയായിയെ എത്രത്തോളം മാന്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നതിൽ നമുക്ക് തരുന്ന ഒരു പാഠമാണ്. അബസ്, അദ്ദേഹം മുഖം ചൊളിച്ചു. തവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു. ഇത് രണ്ടും തവല്ല നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അബസ് പുതിയ പദമാണ്. തവല്ല, പിന്തിരിഞ്ഞു. അൻ ജാഅഹുൽ അഅ്മ, അൻ നാം പഠിച്ചിട്ടുണ്ട്, ജാഅയും പഠിച്ചു. ജാഅഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. നേരത്തെ പറഞ്ഞതുപോലെ കർമ്മം ഉള്ള ഒരു ജാഅയാണത്. ജാഅ വന്നു, അതിൻ്റെ കർത്താവ് ഹുവയാണ്. ജാഅയുടെ കർത്താവ് ശേഷം വരുന്നുണ്ട് അഅ്മ എന്നാണ്, അന്ധൻ എന്നാണ്. അൽ അഅ്മ, അന്ധൻ. ജാഅഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അൽ ജാഅഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു എന്നതിനാൽ അൽ അഅ്മ, അന്ധൻ. ആ അന്ധൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നതിനാൽ അദ്ദേഹം മുഖം തിരിക്കുകയും മുഖം ചുളിക്കുകയും പിന്തിരിയുകയും ചെയ്തു. തവല്ല നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. 79 പ്രാവശ്യം ഖുർആനിൽ അത് ആവർത്തി വന്നിട്ടുണ്ട്. ജാഅഹുൽ അഅ്മ. വമാ യുദ്രീക, വമാ യുദ്രീക നാം അദ്റാക പഠിച്ചിട്ടുണ്ട്. അദ്റാക പഠിച്ചിട്ടുണ്ട്. അതേപോലെ നാം അദ്റ എന്ന ക്രിയയും പഠിച്ചിട്ടുണ്ട്. അദ്റ എന്ന ക്രിയയുടെ അദ്റ എന്ന ക്രിയ അൻസല ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്. അൻസല, അദ്റ ഇവിടെ വന്നിട്ടില്ല. കാരണം നമ്മൾ അദ്റാക്ക എന്ന ക്രിയ, അദ്റ എന്നത് 16 പ്രാവശ്യം ഒമാ അദ്റാക്ക ഒമാ യുദ്രീക എന്ന രീതിയിൽ ഒമാ അദ്റാക്ക എന്ന് തന്നെ 13 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒമാ യുദ്രീക 2 പ്രാവശ്യം വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒമാ യുദ്രീക ലഅല്ല സഅത തകൂനു ഖരീബ എന്നത് 1 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഒമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക വന്നിട്ടുണ്ട്. അപ്പോൾ 13 2 15 ആയി. അപ്പൊ ആകെ അദ്റ എന്ന ക്രിയ 16 പ്രാവശ്യം വന്നിട്ടുണ്ട്. അദ്റ എന്നതാണ് അതിൻ്റെ പൂർണ്ണക്രിയ. അദ്റ. അപൂർണക്രിയ യുദിരി, അൻസല യുൻസിലു. അദ്റ എന്ന് പറയുമ്പോൾ ഹദ പോലുള്ള അവസാനത്തിൽ ഹദ പോലുള്ള അലിഫാൻ ഇടേണ്ടത്, അതായത് യാന്റെ ഷേപ്പിലുള്ള അലിഫാൻ ഇടേണ്ടത്. അപ്പോ അദ്റാക്ക നിന്നെ അറിയിച്ചു. അമാ അദ്റാക്ക എന്താണ് നിന്നെ അറിയിച്ചത് എന്ന അർത്ഥത്തിലാണ് നിനക്കെന്തറിയാം എന്ന് നാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഒമാ യുദിരീക്ക, നിന്നെ അറിയിക്കുന്നത് എന്താണ്, അറിയിക്കുന്നത് എന്താണ്? യുദിരി, അറിയിക്കുന്നു. അപ്പോൾ ഭാവികാല ക്രിയയായിട്ടാണ് യുദിരി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒമാ യുദിരീക്ക നിനക്കെന്തറിയാം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ലഅല്ലഹു യസ്സക്ക, യസ്സക്ക എന്നത് യതസക്ക എന്നാണ്. തസക്ക യതസക്ക എന്നാണ്.
തസക്ക, തസക്ക യതസക്ക, അതാണ് യസ്സക്ക എന്ന് വന്നിരിക്കുന്നത്. യതസക്ക, യതസക്ക, യതസക്ക എന്നാണ് യസ്സക്കയുടെ അടിസ്ഥാന രൂപം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നീട് നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ പഠിക്കാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പോൾ തസക്ക യതസക്ക എന്ന് പറഞ്ഞാൽ വിശുദ്ധി വരിച്ചു, വിശുദ്ധി വരിക്കും. തസക്ക വിശുദ്ധി വരിച്ചു, യതസക്ക വിശുദ്ധി വരിക്കും. തദക്കറ യതദക്കറു ഗ്രൂപ്പാണ്. തദക്കറ യതദക്കറു, തസക്ക യതസക്ക. ലഅല്ലഹു, ലഅല്ല അദ്ദേഹം അയക്കാം, അവൻ അയക്കാം. ലഅല്ല നാം ഇന്നയുടെ സഹോദരിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അല്ല, പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴത് പഠിക്കാൻ നല്ല ഒരു അവസരവുമാണ്. കാരണം ഇന്നയുടെ സഹോദരിയാണ് ലഅല്ല എങ്കിൽ ഇന്നയ്ക്ക് ശേഷം വരുന്ന നാമത്തിന് എന്ത് ചെയ്യണം? ഫതഹ ചെയ്യണം. പക്ഷേ അതേപോലെ ലഅല്ലയ്ക്ക് ശേഷം വരുന്ന നാമത്തിന് ലഅല്ല ഫതഹ ചെയ്യണം. അതേസമയം ലഅല്ല അധികം വന്നിരിക്കുന്നത് ഇതേപോലെയാണ്. ലഅല്ലഹു അവൻ അയക്കാം, ലഅല്ലഹും അവർ അയക്കാം, ലഅല്ലക നീ അയക്കാം, ലഅല്ലക്കും നിങ്ങൾ അയക്കാം, ലഅല്ലി ഞാൻ അയക്കാം, ലഅല്ലന ഞങ്ങൾ അയക്കാം, ലഅല്ലഹ അവൾ അയക്കാം. ഈ രീതിയിലാണ് ഖുർആനിൽ അധികവും വന്നിരിക്കുന്നത്. അപ്പോൾ ലഅല്ലഹു അദ്ദേഹം അയക്കാം, യതസക്ക വിശുദ്ധീകരിക്കുന്നവൻ, ലഅല്ലഹു യതസക്ക അവൻ വിശുദ്ധീകരിച്ചേക്കാം. ഔ യദ്ദക്കറു, യദ്ദക്കറു എന്നത് ഔ നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഔ അമറ ബിത്തഖ്വ, ഔ അല്ലെങ്കിൽ 325 പ്രാവശ്യം ഔ ഖുർആനിൽ വന്നിട്ടുണ്ട്. യതസക്കറു എന്നതും എന്താണ്? സോറി, യദ്ദക്കറു എന്നതും എന്താണ്? അടിസ്ഥാനപരമായും യതസക്കറു എന്നാണ് അതിൻ്റെ രൂപം. യദ്ദക്കറു ഔ യദ്ദക്കറു, ഒന്നുകിൽ അയാൾ വിശുദ്ധി വരിച്ചേക്കാം, അല്ലെങ്കിൽ അയാൾ ഉപദേശം ഉൾക്കൊണ്ടേക്കാം. അത് താങ്കൾക്കറിയില്ലല്ലോ. വന്നയാള് ആഗതൻ വിശുദ്ധി വരിക്കുകയോ ഉപദേശം ഉൾക്കൊള്ളുകയോ ചെയ്തേക്കാം. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെ വിശുദ്ധി വരിക്കുകയും ഫതൻഫഅഹു, അങ്ങനെ അയാൾക്ക് ഉപകരിക്കുകയും ചെയ്തേക്കാം. ഏത്? അദ്ദിക്റ, ദിക്റ എന്നാൽ ഉപദേശം. ദിക്റ എന്നത് ദക്കറ യദ്കുറു എന്നതിൻ്റെ ക്രിയാധാതുവായിട്ടാണ് വന്നിരിക്കുന്നത്. ദക്കറ യദ്കുറു എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുന്നു. അതിൻ്റെ ക്രിയാധാതു ദിക്റുനാണ്. അതേസമയം ദിക്റ എന്നും അതിന് ക്രിയാധാതുണ്ട്, ദിക്റ. അപ്പോൾ ഉപദേശം, ഓർമ്മിക്കലെന്നും അല്ലെങ്കിൽ ഉപദേശം എന്ന് വരാം. അപ്പോൾ ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടേക്കാം. തൻഫഅഹു ദിക്റ. അമ്മാമൻ ഇസ്തഗ്ന, എന്നാൽ ഇസ്തഗ്ന, ഇസ്തഗ്ന നാം നേരത്തെ പഠിച്ചു. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ അർറആഹു ഇസ്തഗ്ന, അവൻ അവനെ തന്നെ കണ്ടു എന്നതിനാൽ ഇസ്തഗ്ന സ്വയം പര്യാപ്തനായി. ഇസ്തഗ്ന സ്വയം പര്യാപ്തി നടിച്ചു. സ്വയം പര്യാപ്തിയെ കുറിച്ച് പറയുമ്പോൾ സ്വയം പര്യാപ്തി നടിച്ചു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഒരു മനുഷ്യനും സ്വയം പര്യാപ്തനാകാൻ കഴിയില്ല. അവൻ ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. ഒന്നുമില്ലെങ്കിലും പടച്ചവനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. പക്ഷേ ലോകത്ത് തന്നെ അവൻ ഒരുപാട് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ്. മനുഷ്യൻ സ്വതന്ത്രൻ എന്ന് പറയുമ്പോൾ അവൻ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. മനുഷ്യൻ സ്വതന്ത്രനാണ്. അവൻ്റെ അഭിപ്രായത്തിലും അവൻ്റെ സ്വകാര്യതയിലും അനുഭവമുള്ള കാര്യങ്ങളിൽ അവൻ സ്വതന്ത്രനാണ്. അതേസമയം അവന് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റൂ. അവന് ഉടുത്തിരിക്കുന്ന വസ്ത്രം, ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ അവന് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയുന്നതല്ലല്ലോ.
അങ്ങനെ എല്ലാം സ്വന്തമായി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവന് അവൻ്റെതായ പ്രവൃത്തിയിൽ എങ്ങനെ ഏർപ്പെടാൻ കഴിയും? അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ജീവിക്കാൻ കഴിയൂ. അതിനുപരി അവൻ പടച്ചവനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. അങ്ങനെ അവൻ സ്വയം പര്യാപ്തനായി നടിക്കുന്നതിനാൽ അവൻ നടിച്ചു എന്നാണ്. അമ്മാ മൻ ഇസ്തഗ്ന, സ്വയം പര്യാപ്തി നടിച്ചവൻ, മൻ ഒരാൾ, ഇസ്തഗ്ന സ്വയം പര്യാപ്തി നടിച്ചു. അങ്ങനെ സ്വയം പര്യാപ്തി നടിച്ചവൻ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ, ഫഅൻത നീ, തസദ്ദ ശ്രദ്ധ തിരിക്കുന്നു, ലഹു അവനിലേക്ക്. തസദ്ദയുടെ കൂടെ വരുന്ന ഒരു പദമാണ് ല. ല എന്നത് അടിസ്ഥാനപരമായി എന്താണ്? ലീ ആണ്. അതിൻ്റെ കൂടെ ഹുവ ഹും സർവനാമം ചേരുമ്പോഴാണല്ലോ ല ആയിട്ട് മാറുന്നത്. സർവനാമങ്ങളോടൊപ്പം വരുന്ന ല എല്ലാം ലീ ആണ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അൻത ലഹു തസദ്ദ മൻ ഇസ്തഗ്ന, സ്വയം പര്യാപ്തി നടിക്കുന്ന ആൾക്കാരിലേക്ക് നീ ശ്രദ്ധ തിരിക്കുന്നു, അവനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനാണ് തസദ്ദ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തസദ്ദ ലീ എന്നാണ് വരിക. തസദ്ദ ലി മുഹമ്മദിൻ, നീ മുഹമ്മദിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. തസദ്ദ ലിന്നാസി, നീ എന്ത് ചെയ്യുന്നു? തസദ്ദ ലിന്നാസി, ജനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അപ്പൊ അവിടെ എന്ത് വരും? ലീ വരും. ഇപ്പൊ ഇവിടെ തസദ്ദ ലഹു എന്നാണ് വന്നിരിക്കുന്നത്, അവനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അൻത ലഹു തസദ്ദ, നീ, അപ്പോൾ നീ അവനിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ആര്? ഇസ്തഗ്നായ മനുഷ്യനിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. പാവപ്പെട്ട ഇസ്ലാം സ്വീകരിച്ച ഒരു മനുഷ്യൻ വന്നു, അദ്ദേഹത്തിന് എന്തോ ഇസ്ലാമിനെ കുറിച്ച് സംശയം ചോദിക്കാനുണ്ട്. ഉടനെ അവൻ വന്നതിൽ നീ അസഹ്യത പ്രകടിപ്പിച്ചു, നീ നിന്റെ മുഖഭാവത്തിൽ അത് പ്രകടമായി, മുഖം തിരിച്ചു കളഞ്ഞു. വമാ അലൈക അല്ലാ യസ്സക്ക, വമാ അലൈക അല്ലാ യസ്സക്ക. അപ്പൊ ഇവിടെ ഒരു സുപ്രധാനമായ സംഗതിയിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. അതായത് ഇസ്ലാം സ്വീകരിച്ച ഒരാൾ അയാളുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അയാളെ തഴഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളെ നീ എന്തുകൊണ്ട് പരിഗണിച്ചു? ഇസ്ലാം സ്വീകരിക്കുന്നതിൽ അവർ താല്പര്യം കാണിക്കുകയല്ല, വിമുഖത കാണിക്കുകയാണല്ലോ ചെയ്യുന്നത്. സ്വയം താല്പര്യരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നീ അവരെ പരിഗണിക്കുകയല്ല ചെയ്തത്. മറിച്ച് ഇവിടെ എന്താണ് ചെയ്തത്? താല്പര്യം കാണിക്കാത്ത ഒരാളെ പരിഗണിക്കുന്നു. ഇസ്തഗ്ന, സ്വയം പര്യാപ്തി നടിച്ചവനിലേക്ക് നീ, അൻത ലഹു തസദ്ദ, അവനിലേക്ക് നീ ശ്രദ്ധ തിരിക്കുന്നു. എന്നിട്ട് ചോദിക്കണം അലൈക അല്ലാ യസ്സക്ക, അങ്ങനെ താല്പര്യം കാണിക്കാത്തവൻ വിശുദ്ധി വരിച്ചിട്ടില്ലെങ്കിൽ നിനക്കെന്ത് എന്നാണ് ചോദിക്കുന്നത്. ഒമാ അലൈക അല്ലാ യസ്സക്ക, അല്ലാ യതസക്ക, നേരത്തെ പറഞ്ഞ പോലെ യതസക്കയാണ്. അവൻ വിശുദ്ധി വരിക്കുന്നില്ല എങ്കിൽ മാ അലൈക, നിനക്കെന്താണ്? അപ്പൊ മാ എന്ത്, അലൈക നിന്റെ മേൽ. അപ്പൊ അതൊരു പ്രയോഗമാണ്. മാ അലൈക്ക്, നിനക്കെന്താണ്? മാ അലൈക അല്ലാ യസ്സക്ക. അമ്മാമൻ ജാഅക യസ്ആ, അതേസമയം നിന്റെ അടുക്കിലേക്ക് വന്നവനോ, അമ്മ എന്നാൽ മൻ ജാഅക, നിന്റെ അടുക്കൽ വന്നു, യസ്ആ ഓടിക്കൊണ്ട്, പെട്ടെന്ന് അയാൾ കടന്നു വരികയാണ്. ഇവിടെ പ്രവാചകൻ എന്ന് ചോദിച്ചുകൊണ്ട് ഉടനെ തന്നെ ഇവിടെ ഉണ്ട് പ്രവാചകൻ എന്ന് കേട്ട് ഇവിടെ പ്രവാചകനിലേക്കിന്റെ അടുക്കിലേക്ക് കയറി വരികയാണ്. അദ്ദേഹത്തിന്റെ ഈമാനിന്റെ ആധിക്യം കൊണ്ട് അവിടെ ഔപചാരികതകളൊക്കെ മറക്കുകയാണ്. അദ്ദേഹം എവിടെ ഇരിക്കുന്നു, പ്രവാചകൻ എവിടെ ഇരിക്കുന്നു, ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു, സലാം പറഞ്ഞ് അനുവാദം കിട്ടിയതിന് ശേഷം പ്രവേശിക്കുകയോ ചോദിക്കുകയോ ചെയ്യുക എന്ന ഒരു ഔപചാരികതകളുണ്ടല്ലോ, അതൊക്കെ അദ്ദേഹത്തിന്റെ ആ പ്രായം കൊണ്ടും മുതിർന്ന വ്യക്തിയാണ്, അതോടൊപ്പം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്, അദ്ദേഹത്തിന് അന്ധനാണ്, അതുപോലുള്ള അവസ്ഥയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം മറ്റ് മര്യാദകളൊക്കെ അദ്ദേഹം മറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈമാനികമായ ആവേശം കൊണ്ട് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അതാണ് യസ്ആ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഓടി കിതച്ച് ശ്വാസം മുട്ടി വരുന്നു എന്നല്ല പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഈമാനികമായ ആവേശം കൊണ്ട് ധൃതിയിൽ കടന്നു വരുന്നു. അവിടെ ഔപചാരികതകളൊക്കെ അദ്ദേഹം മറന്നുപോയി. അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടായിരിക്കുകയില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പല ദൗത്യങ്ങളും ഏൽപ്പിച്ചിരുന്നു.
അബ്ദുല്ലാഹിൻ ഉമ്മു മക്തൂമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പല ചുമതലകളും ഏൽപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ ചുമതലകൾ വഹിക്കാൻ മാത്രം പ്രാപ്തനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഔപചാരികതകൾ അറിയില്ല, പ്രവാചകനോട് സലാം പറഞ്ഞ് അനുവാദം വാങ്ങണം എന്ന കാര്യം അറിയാഞ്ഞിട്ടായിരിക്കുകയില്ല. മറിച്ച് ഔപചാരികതകൾ അദ്ദേഹത്തിന് ഈമാനികമായ ആവേശം കൊണ്ട് മറന്നു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത് അമ്മാവൻ ജാഅക യസ്അ, താങ്കളുടെ അടുക്കിലേക്ക് ഓടിക്കൊണ്ട് വന്നു, ധൃതിയിൽ കടന്നു വന്നു. വഹുവ യഖ്ഷ, എന്തുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത്? വഹുവ, അദ്ദേഹം ആയിരിക്കെ, അയാളാകട്ടെ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം ആയിരിക്കെ, ഇവിടെ വാ എന്ന് പറയുന്നത് എന്താണ്? വാവുൻ ഹാലാണ്, അവസ്ഥയെ സൂചിപ്പിക്കുന്ന വായാണ്. വഹുവ, അദ്ദേഹം ആകട്ടെ യഖ്ഷ, ഭയപ്പെടുന്നു. പടച്ചവനെ പേടിയുള്ള മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് വന്നത്. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പൂർത്തീകരിക്കേണ്ടത്, ഇനി ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ, അത് അനുവദനീയമാണോ, ഇത് വിലക്കപ്പെട്ടതാണോ എന്നൊക്കെ അറിയുന്നതിനായിരിക്കും അദ്ദേഹം ധൃതിയിൽ കടന്നു വന്നത്. അതിനാണ് വഹുവ യഖ്ഷ. ഖശിയ യഖ്ഷ എന്ന പദം നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫഅൻത അൻഹു തലഹ, തലഹ യതലഹ എന്നാണ് കേട്ടോ. തലഹ യതലഹ എന്നാണ്. തദക്കറ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ക്രിയയാണ്. തദക്കറ ഗ്രൂപ്പിൽപ്പെട്ട തദക്കറ പഠിച്ചു, യതദക്കറു അല്ലഹു യതദക്കറു. അതേപോലെ തസക്ക പഠിച്ചു, തലഹ പഠിച്ചു. അൻത അൻഹു തലഹ. അപ്പോൾ തലഹ വരുമ്പോൾ അന്നാണ് വരുന്നത്. അയാളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു? അശ്രദ്ധ കാണിക്കുന്നു. തലഹ അൻ. അതേപോലെ മുഖം തിരിച്ചു കളയുമ്പോഴോ തസദ്ദ ലി, തസദ്ദ ലഹു, അദ്ദേഹത്തിൽ നിന്നും അവരിലേക്ക് മുഖം തിരിക്കുന്നു. തസദ്ദ ലഹു, അവനിലേക്ക് മുഖം തിരിക്കുന്നു. അതേപോലെ അതേസമയം അശ്രദ്ധ കാണിക്കുമ്പോൾ തലഹ അൻ. فأنت له وأما من استغنى فأنت له فأما من استغنى, സ്വയം പര്യാപ്തി നടിച്ചവനെ സംബന്ധിച്ചോളം ഫഅൻത ലഹു തസദ്ദ, അവനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ലഹു, ഇപ്പൊ ലീ വരുമ്പോൾ അവനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. തലഹ വരുമ്പോൾ അന്നാണ്, അവനിൽ നിന്നും ചെയ്യുന്നു വിമുഖത കാണിക്കുന്നു, അശ്രദ്ധ കാണിക്കുന്നു. അൻത അൻഹു തലഹ. ഇപ്പൊ ഏതെല്ലാം പദങ്ങളാണ് ഇവിടെ പുതുതായിട്ടുള്ളത്? ഞാൻ കൂട്ടത്തിൽ അതിന്റെ വിശദീകരണം പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അധിക വിശദീകരണം ആമുഖമായിട്ടും അതിന്റെ കൂട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധിക വിശദീകരണം ഇതിൽ വേണ്ടതില്ല. വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. അബസ് എന്ന പുതിയ പദമാണ്. അത് നമുക്ക് മാറിപ്പോവുകയില്ല, തെറ്റിപ്പോവുകയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേരാണ്, സുപരിചിതമായ പദമാണ് എന്നതുകൊണ്ട് അർത്ഥം പഠിക്കുന്നതോടുകൂടി അത് പിന്നീട് അത് മറക്കില്ല. തവല്ല നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. അഴ്മ പുതിയ പദമാണ്, അന്ധൻ. യസ്സക്ക വിശുദ്ധി വരിക്കുന്നു. യസ്സക്ക വിശുദ്ധി വരിക്കുന്നു. അല്ല അയക്കാം. തദക്കറ യതദക്കറു നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. നഫഅ യൻഫഉ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഫതൻഫഅഹു ദിക്റ. ദിക്റ എന്നത് ദക്റ യദ്കുറു, ദിക്റിന്റെ മറ്റു രൂപമാണ്. അതുകൊണ്ട് പുതിയ പദമായി കണക്കാക്കുന്നില്ല. ഇസ്തഗ്ന നേരത്തെ പഠിച്ചിട്ടുണ്ട്. തസദ്ദ ഫഅൻത ലഹു തസദ്ദ, അവനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അപ്പോൾ 10ാമത്തെ പദം അബസ, അഴ്മ, ലഅല്ല, യസ്സക്ക. 10 അല്ല കേട്ടോ, യസ്സക്ക വരെ ആകുമ്പോൾ 4. അൻത ലഹു തസദ്ദ, 5ാമത്തെ പദം. അമ്മാമൻ ജാഅക യസ്അ, സഅ യസ്അ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സഅ ഓടി. വഹുവ യഖ്ഷ, ഖശിയ യഖ്ഷ പഠിച്ചിട്ടുണ്ട്. ഫഅൻത അൻഹു തലഹ, തലഹ 6ാമത്തെ പദം. അവനിൽ നിന്നും
ശ്രദ്ധ തിരിക്കുന്നു. തലഹ. അല്ലെങ്കിൽ അശ്രദ്ധ കാണിക്കുന്നു. അപ്പോൾ ഈ 5 പദമാണ് പുതിയ പദങ്ങൾ. അപ്പോൾ എന്താണ് ഇന്നത്തെ പാഠത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാം അഭിപ്രായങ്ങൾ. സംശയങ്ങൾ. നാം നേരത്തെ പല പ്രാവശ്യം വായിച്ച ഭാഗങ്ങളാണ്. അഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. നിങ്ങൾക്ക് ആഹാരമായിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിച്ചു തരുന്നു. മിനസ് സമറാത്തി, ഫലങ്ങൾ. ലാ തജഅലൂ ലില്ലാഹി അൻദാദ. അതുകൊണ്ട് നിങ്ങൾ ആക്കരുത്, അല്ലെങ്കിൽ ഉണ്ടാക്കരുത്, ലില്ലാഹി അള്ളാഹുവിന് അൻദാദൻ സമന്മാരെ. നിദ്ദിന്റെ ബഹുവചനമാണ് അൻദാദ്. അൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. വാവുൽ ഹാലാണ്, അവസ്ഥ കുറിക്കുന്ന വാവാണ്. അത് കഴിഞ്ഞിട്ട് ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തിൻ. ഫഅതു ബി, നിങ്ങൾ കൊണ്ടുവരൂ, ബിസൂറത്തിൻ അധ്യായം, മിൻ മിസ്ലിഹി, അതുപോലുള്ള. വദഉ ശുഹദാഅക്കും, നിങ്ങളുടെ സാക്ഷികളെ വിളിക്കുക, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹായികളെ വിളിക്കുക. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. അത് കഴിഞ്ഞിട്ടുള്ള ആയത്താണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധിക്കാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫഇൻ ലം തഫ്അലൂ വലൻ തഫ്അലൂ ഫത്തഖുൻ നാറ അല്ലത്തി വഖൂദുഹ അന്നാസ് വൽ ഹിജാറത്തു ഉഇദ്ദത് ലിൽ കാഫിരീൻ. ലൻ എന്താണ്? ലൻ അപൂർണ ക്രിയയുടെ അവസാനം ഫത്ഹ് വരുത്തുന്ന പദമാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ലം തഫ്അലൂ എന്നാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ അവസാന അക്ഷരം എന്തായിരുന്നു? യഫ്അലു യഫ്അലൂന, തഫ്അൽ തഫ്അലൂന എന്നായിരുന്നു. ഊന എന്ന് വരുന്നിടത്ത് അവസാനം ഫത്ഹ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്തത്? കളയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലമ്മിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും, അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ലം മുഖേനയും ഇവിടെ തഫ്അലൂനയുടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട സംഗതി. ഒന്നെന്താണ്? നാം നേരത്തെ ലൻ, അൻ, ലൻ, ഇതൻ, കൈ പഠിപ്പിച്ചപ്പോൾ അപൂർണക്രിയയുടെ അവസാനത്തിൽ ഈ പദങ്ങൾ മുഖേന ഫത്ഹ് വരും എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അപൂർണക്രിയയുടെ അവസാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ഒന്ന് ഫത്ഹ് ഉണ്ടാവുക എന്നതാണ്. 2, രണ്ടാമത്തെ എന്താണ്? സുക്കൂൻ ഉണ്ടാവുക എന്നതാണ്. പിന്നെ ബാക്കി ശേഷിക്കുന്ന എന്താണ്? ഫത്ഹും സുക്കൂനും കഴിഞ്ഞാൽ, ഫത്ഹ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കസ്റാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? ക്രിയകളുടെ അവസാനം മാറി വരുന്ന രീതിയിൽ കസ്ർ വരികയില്ല. മാറി വരാൻ ഉള്ള സാഹചര്യം മുഖേന കസ്ർ വരികയില്ല. പിന്നെ ബാക്കിയുള്ള എന്താണ്? ലമ്മ്. അടിസ്ഥാനപരമായും അപൂർണക്രിയയുടെ അവസാനത്തിൽ ലമ്മാണ് വരേണ്ടത്. അപ്പോ ഒന്ന്, അപൂർണക്രിയയുടെ അവസാനത്തിൽ കസ്ർ വരികയില്ല. 2, അപൂർണക്രിയയുടെ അവസാനത്തിൽ അടിസ്ഥാനപരമായും ലമ്മാണ്, യഫ്അലു ലമ്മാണ് വരേണ്ടത്. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നീട് മാറി വരേണ്ടത് ഏതൊക്കെയാണ്? ഫത്ഹും സുക്കൂനുമാണ്. ഫത്ഹും സുക്കൂനും മാറി വരും. അപ്പോൾ ഫത്ഹ് വരേണ്ട സന്ദർഭത്തിൽ, അപ്പോൾ ലൻ തമസ്സനന്നാറു എന്ന് പറഞ്ഞതുപോലെ ലൻ യദ്ഖുലൽ ജന്നത വഖാലു ലൻ യദ്ഖുലൽ ജന്നത എന്ന് പറഞ്ഞതുപോലെ അവസാനത്തിൽ ഫത്ഹ് വരും.
പക്ഷേ അവസാനത്തിൽ ഊനയാണെങ്കിലോ, യഫ് അലു യഫ് അലൂന്, തഫ് അലു തഫ് അലൂന്, അങ്ങനെ ഊനയാണെങ്കിൽ അവസാനത്തിലെ നാ പോവും. നാ കളഞ്ഞുകൊണ്ടാണ് ഫത്തഹാക്കുന്നത്, അല്ലെങ്കിൽ സുക്കൂനാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് അനൗപചാരികമായി പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ വായനയിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപൂർണക്രിയയുടെ അവസാനം സുക്കൂൻ വന്നത് എപ്പോൾ, അപൂർണക്രിയയുടെ അവസാനം ഫത്തഹ് വന്നത് എപ്പോൾ, അപൂർണക്രിയയുടെ അവസാനം നാ പോയത് എപ്പോൾ, അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ, വ്യത്യസ്ത ഉദാഹരണങ്ങൾ നിങ്ങൾ എടുത്തെഴുതുക. ഉദാഹരണം, ഇൻ ലം തഫ് അലു. അപ്പൊ എന്തായി? ലം, ആ അപൂർണക്രിയയുടെ മുമ്പ് ലം വന്നപ്പോൾ അപൂർണക്രിയയുടെ അവസാനത്തിൽ നാ പോയി. ലൻ തഫ് അലു എന്ന് പറഞ്ഞപ്പോൾ അപൂർണക്രിയയുടെ തൊട്ട് മുമ്പ് ലെൻ വന്നത് കാരണമായി ആ ക്രിയയുടെ അവസാനത്തെ നാ പോയി. അപ്പോൾ ലം തഫ് അലു എന്നത് ഒരു ഉദാഹരണമാണ്. ലെൻ തഫ് അലു എന്നത് രണ്ടാമത്തെ ഉദാഹരണമാണ്. ഇനി സുക്കൂൻ വന്ന ഭാഗങ്ങൾ, അപൂർണക്രിയയുടെ അവസാനത്തിൽ സുക്കൂൻ വന്നപ്പോൾ ആ സുക്കൂൻ വന്ന പദത്തിന് തൊട്ട് മുമ്പ് ഏത് പദം വന്നു, അത് രണ്ടും കൂടെ എടുത്ത് നിങ്ങളുടെ വർക്ക് ബുക്കിൽ എഴുതി വയ്ക്കുക. നിങ്ങൾ റെഡിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈക്ക് ഓൺ ചെയ്ത് തരാൻ നിങ്ങൾക്ക് വായിക്കാം. ഇപ്പം നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനെയും, ഇപ്പോൾ ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് രണ്ട് പേപ്പറും എഴുതി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഫോട്ടോ പതിച്ച ബുക്കായിരിക്കും തരുന്നത്. സിലബസ് അടങ്ങുന്ന ഒരു ബുക്കായിരിക്കും നമ്മൾ തരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിപ്ലോമ കമലേശ്വരത്തെ ഡിപ്ലോമ കൊടുത്തു, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അത് കോവിഡിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ വഴുതക്കാട് ഒന്നാമത്തെ ബാച്ചിൻ്റെ ഡിപ്ലോമ പരീക്ഷയിൽ ഒരു പരീക്ഷ മാത്രമേ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ പരീക്ഷയായപ്പോൾ കോവിഡ് കാരണമായി നിർത്തിവെക്കുകയാണ് ചെയ്തത്. പിന്നീട് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പല കോവിഡ് അനുബന്ധമായ പല കാരണങ്ങൾക്ക്, പല തിരക്കുകളും അതുപോലുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട്, ഓർഗനൈസ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളത് കൊണ്ട് പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ്. അപ്പം അക്കൂട്ടത്തിൽ ഡിപ്ലോമയുടെ ഒരു പരീക്ഷയാണ് വഴുതക്കാട് നടന്നത്. കമലേശ്വരത്ത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമ്മൾ വിതരണം ചെയ്തു. അടുത്ത ബാച്ച് നിങ്ങളാണ്. നിങ്ങളുടെ ബാച്ചിന് നിങ്ങളുടെ ഫോട്ടോയും ഫോട്ടോയും അതേപോലെ നമ്മുടെ ഡിപ്ലോമ കോഴ്സിൻ്റെ സിലബസും അടങ്ങുന്ന ബുക്കായിരിക്കും സർട്ടിഫിക്കറ്റായിട്ട് തരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ പഴയ പാഠങ്ങൾ ആവർത്തിച്ച് പഠിക്കണം. പഴയ പാഠങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാകും. പഴയ പാഠങ്ങളിൽ പലതും നമ്മൾ അതാത് പരീക്ഷയിൽ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. അതേസമയം നമ്മൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എവിടെ പ്രസൻറ്റ് ചെയ്താലും നിങ്ങൾ അതിൽ ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻ്റായ എല്ലാവർക്കും പ്രത്യേകം ഭാവുകങ്ങൾ അറിയിക്കുകയാണ്. ഈ ഡിപ്ലോമ കോഴ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും അറ്റൻഡ് ചെയ്യുക. ഇതിൽ വരുന്നതും നേരത്തെ നമ്മൾ പഠിപ്പിച്ചതുമായ കോഴ്സുകൾ, നേരത്തെ പഠിപ്പിച്ച കോഴ്സുകൾ ഓൾറെഡി അഡീഷണൽ ഗ്രാമറുകൾ ഓൾറെഡി അഡ്വാൻസ്ഡ് ഗ്രാമർ എന്ന നിലയ്ക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംഗ്രഹമായ ക്ലാസ്സിൻ്റെ സംഗ്രഹം 5 മിനിറ്റ് 10 മിനിറ്റ് വീതമുള്ള ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. അതേപോലെ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളുടെയും സംഗ്രഹം നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായി കിട്ടും. ഇതിൻ്റെ പൂർണ്ണമായ ക്ലാസ്സും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് ചെയ്ത് തരണേ തമ്പുരാനെ. ലോകത്തെ മനുഷ്യന്മാരുടെ അധാർമികതയും ധർമ്മച്യുതിയും മൂല്യശോഷണവും കാരണമായി ആണോ ഈ പകർച്ചവ്യാധി ഇത്ര നാളും നീണ്ടു നിൽക്കുന്നത്? ഈ പരീക്ഷണത്തിൽ നിന്നും ഈ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന തമ്പുരാനെ, ലോകമൊന്നടങ്കം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്നും ജനങ്ങളെ നീ രക്ഷപ്പെടുത്തുന്ന തമ്പുരാനെ. അതല്ല ഇത് മനുഷ്യകരങ്ങളുടെ കൈകടത്തൽ കൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ ആ മനുഷ്യന്മാർക്ക് ഉൾക്കാഴ്ചയും അവബോധവും ബോധോദയവും നൽകേണ്ട തമ്പുരാനെ. ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാർക്ക്, ഞങ്ങളുടെ ഭരണകർത്താക്കന്മാർക്ക് സത്യവും ധർമ്മവും നീതിയും അനുസരിച്ച് ഭരണം നിർവഹിക്കാനുള്ള ഉൾക്കാഴ്ച നൽകേണ്ട തമ്പുരാനെ. അതേപോലെ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തിന്
ഐക്യം പ്രദാനം ചെയ്യണ തമ്പുരാനെ. മുസ്ലിങ്ങളുടെ ശത്രുക്കൾ പലപ്പോഴും ഛിന്ന ഭിന്നരായിരുന്നു. അത് കാരണമാണ് അവരെ പരാജയപ്പെടുത്താൻ മുസ്ലിങ്ങൾക്ക് പെട്ടെന്ന് കഴിഞ്ഞത്. തഹ്സബുഹും ജമീഅൻ വ ഖുലൂബുഹും ശത്ത എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് നിങ്ങൾ തോന്നുന്നു, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമാണ്. അത് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഛിന്ന ഭിന്നമാണ്. പക്ഷേ ശത്രുക്കളുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമാണെങ്കിൽ പോലും അവരെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയാത്തത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ ഈമാന്റെ കുറവ്. രണ്ടാമതായി അതിനുവേണ്ടി നാം തയ്യാറെടുപ്പ് നടത്തുന്നില്ല എന്നതാണ്. ഈമാന്റെ കുറവും നമ്മുടെ ഐക്യമില്ലായ്മയും കൊണ്ടാണ് നമുക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്തത്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് ശത്രുക്കൾക്കെതിരിൽ എന്ന് ഞാൻ പറയുമ്പോൾ, ശത്രുക്കളായി മുസ്ലിങ്ങൾക്കൊരു വിഭാഗമില്ല. മുസ്ലിങ്ങൾക്ക് ശത്രുക്കളായ ഒരു വിഭാഗമില്ല. ആരും ശത്രുക്കളല്ല മുസ്ലിങ്ങളുടെ. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും എന്താണ്? പ്രബോധിതരാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടവരാണ്. അതുകൊണ്ട് നാം പറയുന്ന കാര്യങ്ങൾ അവർക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാകണം. അങ്ങനെ അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പരിവർത്തനം ഉണ്ടാകേണ്ടത്. ആ രീതിയിൽ ഖുർആൻ വായിക്കാനും പഠിക്കാനും കാലഘട്ടത്തിനനുസരിച്ച് പ്രതികരിക്കാനും അള്ളാഹു ഞങ്ങൾക്ക് നീ ഉൾക്കാഴ്ചയും അവബോധവും നൽകേണ്ട തമ്പുരാനെ. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നീ ഹിക്മത്ത് നൽകേണ്ട തമ്പുരാനെ. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ, കാലഘട്ടത്തിന്റെ കുതന്ത്രങ്ങളെ തന്ത്രപൂർവ്വം നേരിടാനുള്ള ഹിക്മത്ത് അവർക്ക് നീ നൽകേണ്ട തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. സിസ്റ്റം ക്ലോസ് ചെയ്യാണ്.